ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എവിടെ സാറാണ്? യെസ്, മക്കളെല്ലാവരും വളരെയധികം വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, നമുക്ക് 4 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇപ്പോൾ സാറ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ മക്കൾ പല ആളുകളും പറയുന്നുണ്ട് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏത് ചാപ്റ്ററിലാണ് സാറേ കൂടുതൽ വരാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ 3 ചാപ്റ്റേഴ്സ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡിലാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. നമ്മുടെ നാഷണലിസം ഇൻ ഇന്ത്യയിൽ നിന്നും കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡിലാണ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് നാഷണലിസം ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിലും ഒരു 2 കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് 4 മാർക്ക് നമുക്ക് നിങ്ങൾ ആലോചിക്കേണ്ടത് ഔട്ട് ഓഫ് 20 ഹിസ്റ്ററീസ് ആയിരുന്നു. ഔട്ട് ഓഫ് 20ൽ നമുക്ക് 4 മാർക്ക് നമുക്ക് എന്തിൽ മാത്രം കിട്ടും? കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ മാത്രം കിട്ടും. അതായത് ടോട്ടൽ 20 ആണ്, അതിൽ 4 മാർക്ക് നമുക്ക് എന്തിന് കിട്ടി? കേസ് ബേസ്ഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ 5 മാർക്ക് നമുക്ക് എവിടെ സ്കോർ ചെയ്യണം? MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ 2 മാർക്ക് നമുക്ക് എവിടെ സ്കോർ ചെയ്യാം? നമ്മുടെ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യനിൽ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കാം, വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാനുള്ള മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് സാർ പറയുന്നത് കേട്ടോ. അപ്പോൾ കേസിന് നമ്മൾ എത്ര മാർക്കാണ് പറയുന്നത്? 4 മാർക്ക്. മാപ്പിൽ നമ്മൾ പറയുന്നത് 2 മാർക്ക്. അപ്പോൾ അതിന് MCQ നമ്മൾ പറയുന്നത് 5 മാർക്ക്. ദാറ്റ് മീൻസ് ഇവിടെ തന്നെ നമുക്ക് എത്ര മാർക്ക് ആയിടാം? 11 മാർക്ക് ഇവിടെ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. യെസ്, 4 + 2 = 6 + 5 = 11 മാർക്ക് നമുക്ക് ഇവിടെ തന്നെ കിട്ടി. അതായത് ഔട്ട് ഓഫ് 20യുടെ കേസാണ് പറയുന്നത്. അപ്പോൾ MCQ നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാപ്പ് ബേസ്ഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ എന്ത് ചെയ്യും കിട്ടുന്നതായിരിക്കും മക്കൾക്ക്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ 4 മാർക്കിൻ്റെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിൽ ബാക്കി നിങ്ങൾ സബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന essay ഷോർട്ട് essay ഒക്കെ കൂടി 9 മാർക്കിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ഓക്കെ, അതിന് മാക്സിമം 10 മാർക്കിനാണ് നിങ്ങൾ പഠിക്കേണ്ടി വരിക. അപ്പോൾ ഇവിടെ ബാക്കി നമ്മൾ ഈ പറയുന്ന 10 മാർക്ക് അല്ലെങ്കിൽ 50% മാർക്ക് നമുക്ക് MCQ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യനിലായിട്ട് എന്ത് ചെയ്തിട്ട് നമുക്ക് കിട്ടാനുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഹിസ്റ്ററിയുടെ കേസിലാണ് പറയുന്നത് ഔട്ട് ഓഫ് 20 ഇത്രയും മാർക്ക് നമുക്ക് ഈ പറയുന്ന കോണ്ടന്റിൽ തന്നെ ഉണ്ട്. ഇനി കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സാറേ അറ്റൻഡ് ചെയ്യേണ്ടത്? പല മക്കൾക്കുള്ള കൺഫ്യൂഷനാണ്. അതിൽ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ സോഴ്സ് ബിഫോർ ലുക്കിംഗ് അറ്റ് ദ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുന്നു. ഇത്രയും വലിയ പാസേജ് വായിക്കണോ, 4 മാർക്കിനോട് ഇത്രയും വലിയ പാസേജ് വായിക്കണോ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ വായിക്കുന്നു. ദെൻ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതുന്നു. മേ ബി നമ്മുടെ പാരഗ്രാഫിലുള്ള അല്ലെങ്കിൽ ആ ഒരു പാസേജ് അല്ലെങ്കിൽ ആ ഒരു സോഴ്സിലുള്ള ആൻസർ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തായിരിക്കും ഈ പറയുന്നത് നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ വരുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് അറിയുന്ന നോളജ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് പാസേജ് വായിക്കാതെ ആൻസർ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പാസേജ് വായിക്കാം. കൃത്യമായിട്ട് ആ പാസേജ് വായിക്കുക. അതിനെന്താണ് സെൻട്രൽ ഐഡിയ ഓഫ് ദ സോഴ്സ്? ഈ ഒരു പാസേജിന്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്താണെന്ന് എന്ത് ചെയ്യുക ആദ്യം മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക, ആൻസേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ underline the important keywords from the passage and use those same words in your answers. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾക്ക് ആ പാസേജ് വായിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക നോട്ടീസ് ചെയ്യുക അല്ലേ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദെൻ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഈ അണ്ടർലൈൻ ചെയ്ത പോർഷൻ ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ആയിരിക്കും മെയിനായിട്ട് എന്തിൽ വരാം ആ ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ആ പാസേജ് വായിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദെൻ ഈ പറയുന്ന എന്താണ് നമ്മൾ ആൻസേഴ്സ് ചെയ്യുന്ന സമയത്ത് ആ കീവേഡ്സ് എന്ത് ചെയ്യുക മാക്സിമം യൂസ് ചെയ്യുക. Then start your answer using the idea given in the source and only then add a small explanation from the textbook if the mark require it. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 70% ഓഫ് ദ ആൻസേഴ്സ് ആർ ഇൻക്ലൂഡ് ഇൻ ദ പാസേജ് അല്ലെങ്കിൽ ഈ സോഴ്സസിൽ തന്നെ നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഒരു 30% ഒക്കെയാണ് നമ്മൾ ഈ പറയുന്ന പോസിബിലിറ്റി. അതായത് എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് പാസേജ് ആൻസേഴ്സ് ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സോഴ്സസിൽ തന്നെ ആവശ്യം അല്ലെങ്കിൽ ആ ഒരു പാസേജിൽ തന്നെ നമുക്ക് എന്തുണ്ടാവും കീവേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻ കേസ് ഇല്ലെങ്കിൽ അതിലേക്കുള്ള ഹിൻ്റ് ആണുള്ളതെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ NCERT നോളജ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ദെൻ ആൻസേഴ്സ് എപ്പോഴും അക്കോർഡിംഗ് ടു ദ മാർക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ 1 മാർക്ക് ആണെങ്കിൽ 1 ക്ലിയർ പോയിന്റ് ആയിരിക്കണം. 2 മാർക്സ് ആണെങ്കിൽ എക്സ്പ്ലൈൻഡ് 2 പോയിന്റ്സ് ആയിരിക്കണം അവിടെ കൊടുക്കുക. അല്ലെങ്കിൽ 2 സം പോയിന്റ്സ് മാത്രമായിരിക്കും അല്ലെങ്കിൽ എക്സ്പ്ലൈൻഡ് പോയിന്റ്സ് ആയിരിക്കും. എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക അവിടെ മക്കൾ കൊടുക്കാം. ബേസ്ഡ് ഓൺ മാർക്ക് തന്നെ എപ്പോഴും എന്ത് ചെയ്യുക ആൻസേഴ്സ് ചെയ്യാമെന്നുള്ളതാണ്. ദെൻ ഡു നോട്ട് കോപ്പി ഫുൾ സെന്റൻസ് ബ്ലൈൻഡ്ലി. റൈറ്റ് യുവർ ഓൺ വേർഡ്സ് ബട്ട് സ്റ്റേ കണക്റ്റഡ് ടു ദ സോഴ്സ് ത്രൂ ഔട്ട് ദ ആൻസേഴ്സ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് തന്നെ കോപ്പി ചെയ്യുന്നതിന് പകരം അത് കൃത്യമായി വായിച്ചതിന് ശേഷം യുവർ ഓൺ വേർഡ്സ് അതിൽ റിക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക. പക്ഷെ അവിടെ കൃത്യമായിട്ടും
പറ്റും. ആ സോഴ്സസിലുള്ള കോണ്ടന്റ് എന്താണ്, അതിലുള്ള കോൺസെപ്റ്റ് എന്താണ്, ബേസിക് ആയിട്ടുള്ള കീവേഡ്സ് എന്താണ്, അതെപ്പോഴും എന്ത് ചെയ്യണം മക്കൾ ഉൾക്കൊള്ളിക്കണം അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ മക്കൾ എല്ലാവരും ഇതൊക്കെ മക്കൾ സാർ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതല്ലേ, നിങ്ങൾ ഫസ്റ്റ് ടൈം അല്ലല്ലോ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നൊക്കെ പറയാൻ കുറേ അധികം മക്കൾ വരും. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അറിയുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു അപ്ഡേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്താൽ ഒന്നും കൂടി മക്കൾ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മൾ പറയാം. പക്ഷെ നിങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യാണ്, നിങ്ങൾ കുറച്ചും കൂടി കോൺഫിഡൻസ് തരാം, നിങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് തരാം, ഇൻഫോർമേഷൻ തരാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഡിലേ ആക്കുന്നില്ല. എന്തായാലും ഒരു 20-25 മിനിറ്റ്സ് ആയിരിക്കും. വിത്തിൻ ഹാഫ് അവർ നമുക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. മേ ബി അത് 20 മിനിറ്റ്സിൽ തന്നെ കംപ്ലീറ്റ് ആവുക. അത് നമ്മൾ ഡിപ്പെൻഡ് ആണ്. ആൻസേഴ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ ഒക്കെ വരാം. അപ്പോൾ ത്രൂ ഔട്ട് കാണുക മക്കളെ, ബിക്കോസ് 4 മാർക്കിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ഇപ്പോൾ read the following, read the given source and answer the question എന്നാണ്. അവിടെ നമ്മൾ റവല്യൂഷണറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. എസ്പെഷ്യലി 1815 ഈ പറയുന്ന നമ്മുടെ ട്രീറ്റി ഓഫ് വിയന്ന, അതിനുശേഷം കൺസർവേറ്റീവ് റെജിം സെറ്റപ്പ് ചെയ്യുന്നു, അതിനുശേഷം നമ്പർ ഓഫ് സീക്രട്ട് സൊസൈറ്റീസ് റാങ്കപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ പാസേജ് ഞാൻ ഫസ്റ്റ് വായിക്കാം. ഈ ഒരു പാസേജ് ഞാൻ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു തരാം. അപ്പോൾ ഡ്യൂറിംഗ് ദ ഇയർ following the years following 1815, the fear of repression drove many liberal nationalists underground. Secret societies sprang up in many European states to train revolutionaries and spread their ideas. To be revolutionaries at this time meant a commitment to oppose monarchical forms that had been established after the Vienna Congress, and to fight for liberty and freedom. Most of these revolutionaries also saw the creation of the nation states as necessary part of the struggle for freedom. ഇവിടെ നമ്മൾ പറയുന്നത് റവല്യൂഷണറി സൊസൈറ്റി സെറ്റപ്പ് ചെയ്തിരുന്നു. എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്? കൺസർവേറ്റീവ് റെജിംസിന് അഗെയിൻസ്റ്റ് ആയിട്ട് 1815 ശേഷം, ട്രീറ്റി ഓഫ് വിയന്നയ്ക്ക് ശേഷം. അപ്പോൾ ഈ റവല്യൂഷണറീസിന് മെയിൻ ആയിട്ടുള്ള ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന മൊണാർക്കിയൽ ഫോം ഓഫ് ഗവൺമെന്റ് എൻഡ് ചെയ്യണം, ഒരു കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ പീപ്പിളിന്റെ കൺസെന്റോട് കൂടിയുള്ള ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നൊക്കെയാണ് ഇവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. Mention any one political demand of the liberals, then mention the main cause for the rise of secret societies in European states, then analyze the reasons for many liberal nationalists going underground after 1815. 3 questions ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ആൻസേഴ്സിലേക്ക് പോടാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ആണ്. വൺ പൊളിറ്റിക്കൽ ഡിമാൻഡ് ഓഫ് ദ ലിബറൽസ് വാസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ടു ഓട്ടോക്രസി എന്നുള്ളതാണ്. അപ്പോൾ മൊണാർക്കിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്തതെന്നാണ് നമുക്ക് അവിടെ പാസേജിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അവരെന്തിനാണ് മൊണാർക്കിയൽ ഫോം ഓഫ് ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്യുന്നത്? ദേ വാണ്ട് ടു ഫോം എ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ പറഞ്ഞ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, അല്ലെങ്കിൽ പീപ്പിളിന്റെ കൺസെന്റോട് കൂടിയുള്ള ഗവൺമെന്റ്, റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് മെൻഷൻ ദ മെയിൻ കോസ് ഫോർ ദ റൈസ് ഓഫ് സീക്രട്ട് സൊസൈറ്റീസ് ഇൻ യൂറോപ്പ് നോക്കുകയാണെങ്കിൽ ഫിയർ ഓഫ് റിപ്രഷൻ തന്നെയാണ്. ഈ പറയുന്ന കൺസർവേറ്റീവ് റെജിമിന്റെ എന്താ പറയുക, റിപ്രസീവ് ആയിട്ടുള്ള മെത്തേഡിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് സീക്രട്ട് സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ മെയിൻ കോസ് ഓഫ് ദ റൈസ് ഓഫ് സീക്രട്ട് സൊസൈറ്റി വാസ് ദ ഫിയർ ഓഫ് റിപ്രഷൻ അണ്ടർ ദ കൺസർവേറ്റീവ് ഓട്ടോക്രാറ്റിക് റെജിം എസ്റ്റാബ്ലിഷ്ഡ് ആഫ്റ്റർ ദ വിയന്ന കോൺഗ്രസ് 1815 ശേഷം എന്താണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കൺസർവേറ്റീവ് റെജിംസിനെ അവരുടെ റെപ്രസീവ് ആയിട്ടുള്ള മെത്തേഡ്സിനെയാണ് ആര് പേടിച്ചിരുന്നത്? സീക്രട്ട് സൊസൈറ്റീസ് പേടിച്ചിരുന്നത്. ആ സീക്രട്ട് സൊസൈറ്റീൻ്റെ ഫോർമേഷന് ബിഹൈൻഡ് ഉള്ള മെയിൻ ആയിട്ടുള്ള റീസൺ അതാണ്. ദെൻ അനലൈസ് ദ റീസൺ ഫോർ മെനി ലിബറൽ നാഷണലിസ്റ്റ് ഗോയിങ് അണ്ടർഗ്രൗണ്ട് ആഫ്റ്റർ 1815 നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ 1815 കൺസർവേറ്റീവ് ഗവൺമെന്റ് ട്രൈ ടു സപ്രസ് ദ ക്രിറ്റിസിസം ആൻഡ് ഡിസെന്റ്. ദേ ഇമ്പോസ്ഡ് സെൻസർഷിപ്പ് ലോസ് ആൻഡ് റിസ്റ്റോർഡ് മൊണാർക്കീസ് റിജക്ടിംഗ് ദ ലിബറൽ ഐഡിയാസ് ഓഫ് ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി. ദിസ് റിപ്രഷൻ ഫോഴ്സ്ഡ് മെനി ലിബറൽ നാഷണലിസ്റ്റ് to underground, where they organized a secret society to continue spreading their ideas, liberty, freedom, creation of nation states. Okay, അപ്പോൾ ഈ പറയുന്ന കൺസർവേറ്റീവ് റെജിം സെറ്റപ്പ് ചെയ്തപ്പോൾ പല ആളുകളും റെവല്യൂഷണറി ഐഡിയാസ് ഉള്ള ആളുകളൊക്കെ അണ്ടർഗ്രൗണ്ട് ചെയ്ത് പോയിക്കൊണ്ട് അവിടെ സീക്രട്ട് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നു. അതിനുശേഷം ഫ്രീഡത്തിനും അതുപോലെ ലിബർട്ടിക്കും ഇക്വാലിറ്റിക്കും വേണ്ടി അവർ എന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് അവിടെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. ഇതൊരു പാസേജ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്നുള്ള ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാസേജ് ആയിരുന്നു നമുക്ക് ഫസ്റ്റ് വന്നിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതേ ചാപ്റ്ററിൽ തന്നെ ഒരു പാസേജ് ക്വസ്റ്റ്യനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. യെസ്,
read the following those given below and answer the questions follow. ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ ആദ്യകാലത്ത് നാഷണൽ സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നില്ല. സ്റ്റേറ്റ്സ് ഒക്കെ ഈ പറയുന്ന ഡിഫറെൻറ്റ് ഡച്ചീസും കിങ്ഡംസും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കായിരുന്നു. ദെൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ്, ദെൻ നാഷണൽ സ്റ്റേറ്റ് എന്നുള്ള ഐഡിയ എങ്ങനെയാണ് എമോവ് ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് വരുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് റൂളേഴ്സിന് അണ്ടറിൽ ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ടായിരുന്നു. കളക്റ്റീവ് ബിലോങ്ങിങ്നെസ് ആദ്യം എങ്ങനെയാണ് അത് ഷേപ്പ് ചെയ്ത് വരുന്നത്, ആദ്യം അത് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ ഒരു പാസേജിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Why were Germany, Italy, Switzerland not a national states? Explaining the meaning of collective identity. Describe the Habsburg Empire. ഇവിടെ നമ്മൾ കളക്റ്റീവ് ഐഡന്റിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ they did not see themselves as a sharing collective identity or common culture എന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് പാസേജിൽ. ഡയറക്റ്റ് ആയിട്ട് ആൻസർ അവിടെ പാസേജിൽ തന്നിട്ടില്ല, പക്ഷെ അതിലേക്കുള്ള ഒരു ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആൻസേഴ്സിലേക്ക് പോടാം. യെസ്, why were Germany, Italy, Switzerland not a national states? എന്തുകൊണ്ടാണ് ഇതൊന്നും ഒരു നാഷണൽ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കേസിൽ ഫസ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് ബിക്കോസ് ദേ വെർ ഡിവൈഡ് ഇൻ ടു മെനി കിങ്ഡംസ്, ഡച്ചീസ് ആൻഡ് കാന്റോൺസ് വിത്ത് ഡിഫറെൻറ്റ് റൂളേഴ്സ്, ഡിഫറെൻറ്റ് ലോസ്, ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആൻഡ് ദേ ലാക്ക്ഡ് പൊളിറ്റിക്കൽ യൂണിറ്റി ആൻഡ് കോമൺ നാഷണൽ ഐഡന്റിറ്റി. അതായത് ഈ പറയുന്ന ആദ്യം ഈ പറഞ്ഞ നാഷണൽ സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഡിഫറെൻറ്റ് റൂളേഴ്സിനുണ്ടല്ലേ ഡിഫറെൻറ്റ് റീജിയൻ ആയിട്ട് എന്ത് ചെയ്യണം, അത് സ്പ്രെഡായി കിടക്കായിരുന്നു, ഷട്ടേർഡായി കിടക്കായിരുന്നു ഈ രാജ്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അന്ന് നാഷണൽ സ്റ്റേറ്റ് ആയിട്ട് ഇത് കൺസിഡർ ചെയ്യാത്ത എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടാം. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് കളക്റ്റീവ് ഐഡന്റിറ്റി. എന്താണ് കളക്റ്റീവ് ഐഡന്റിറ്റി? അതിന്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. കളക്റ്റീവ് ഐഡന്റിറ്റി മീൻസ് ദാറ്റ് ഷെയർഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ് എമംഗ് പീപ്പിൾ ബേസ്ഡ് ഓൺ കോമൺ കൾച്ചർ, ലാംഗ്വേജ്, ഹിസ്റ്ററി ഓർ വാല്യൂസ് ദാറ്റ് യുണൈറ്റ്സ് ദം ആസ് എ നേഷൻ എന്നുള്ളതാണ് ഈ പറയുന്ന ഒരേ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരേ കൾച്ചർ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നുള്ളതാണ് കളക്റ്റീവ് ബിലോങ്ങിങ്നെസ് അല്ലെങ്കിൽ കളക്റ്റീവ് ഐഡന്റിറ്റി എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിസ്ക്രൈബ് ദ ഹാബ്സ്ബർഗ് എംപയർ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഓസ്ട്രിയ ഹംഗറി വാസ് എന്താ പറയുക ruled over Austria-Hungary and was made up of many different regions and communities. It includes German-speaking aristocrats in Austria and Bohemia, Italian in Lombardy and Venetia, about the Magyars and other language groups in Hungary, and Poles in Galicia, and along with the many subject peasants groups like സ്ലോവാക്സ്, ക്രോയറ്റ്സ് ആൻഡ് റൊമേനിയൻസ്. ഇവിടെ നമ്മൾ പറയുന്ന ഹാബ്സ്ബർഗ് എംപയർ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഏരിയാസിൽ ഡിഫറെൻറ്റ് റൂളേഴ്സ് ഗവേൺ ചെയ്തിരുന്ന ഒരു എംപയർ ആയിരുന്നു. ഏതൊക്കെ റൂളേഴ്സ് ആണെന്നൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ടും അത് നമുക്ക് പാസേജിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട്. പാസേജിൽ തന്നെ എന്ത് ചെയ്യുക അതെടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാണ് നമ്മുടെ ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മക്കൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ദെൻ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് എന്ത് ചെയ്യാൻ പോവാം. നമ്മുടെ നാഷണലിസം ഇൻ ഇന്ത്യ എന്നുള്ള ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് പോവാം. ഓക്കെ, നാഷണലിസം ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിലേക്ക് നമ്മൾ വരുമ്പോൾ ദ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ്. അഗെയിൻ നമ്മൾ ഇന്ത്യൻ നാഷണലിസത്തിലും കളക്റ്റീവ് ബിലോങ്ങിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. അവിടെ നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ നാഷണലിസം എമേർജ് ചെയ്യുന്നതിനെ കുറിച്ചും ഇവിടെ ഉണ്ടായിട്ടുള്ള എന്താ പറയുക, ഇവിടെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ പിക്ചേഴ്സ് ആവട്ടെ, പെയിന്റിങ്സ് ആവട്ടെ, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഓരോ കോൺസെപ്റ്റും എങ്ങനെയാണ് ഇന്ത്യൻ പീപ്പിൾസിൻ്റെ ഇടയിൽ ഒരു നാഷണലിസ്റ്റിക് സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാസേജിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇതാണ്. ഹൗ ഡിഡ് നാഷൻ ബിക്കെയിം എ റിയാലിറ്റി in the minds of people? How did nationalism capture the people's imagination? How did people belonging to different groups develop a sense of collective belonging? 3 questions ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് how did nation became a reality in the minds of people? ജനങ്ങളുടെ മൈൻഡിൽ എങ്ങനെയാണ് ഈ പറയുന്ന നാഷൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന റിയാലിറ്റി അവിടെ വരുന്നത്, അല്ലെങ്കിൽ നാഷൻ എന്ന് പറയുന്ന റിയാലിറ്റി എങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ നാഷൻ ബിക്കെയിം റിയാലിറ്റി ഇൻ ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ ത്രൂ യുണൈറ്റഡ് സ്ട്രഗിൾസ് ആൻഡ് വേരിയസ് കൾച്ചർ പ്രോസസ്. ഈ പറയുന്ന നാഷണലിസം അല്ലെങ്കിൽ നാഷൻ എന്ന് പറയുന്ന സെന്റിമെന്റ്സ് പീപ്പിളിന്റെ ഇടയിലേക്ക് വരുന്നത് യുണൈറ്റഡ് ആയിട്ടുള്ള സ്ട്രഗിൾസിലൂടെയും അവർ ഒന്നിച്ചെന്നുള്ള സമരങ്ങളിലൂടെയും അപ്പോൾ അതിന് കൾച്ചർ പ്രോസസ്സിലൂടെയാണ് അവരിലേക്ക് അത് വരുന്നത്. അതാണ് അവിടെ ആൻസർ ചെയ്യേണ്ടത്. ദെൻ ഹൗ ഡിഡ് നാഷണലിസം ക്യാപ്ചർ പീപ്പിൾസ് ഇമാജിനേഷൻ ചോദിക്കുകയാണെങ്കിൽ നാഷണലിസം ക്യാപ്ചർഡ് ദ പീപ്പിൾ ഇമാജിനേഷൻ ത്രൂ കൾച്ചറൽ പ്രോസസ് സച്ച് ആസ് ഹിസ്റ്ററി, ഫിക്ഷൻ, ഫോക്ലോർ, സോങ്സ്, പോപ്പുലർ പെയിന്റ്സ് ആൻഡ് സിമ്പിൾസ് ആണ് അവിടെ മക്കൾ എന്ത് ചെയ്യേണ്ടത് ആൻസർ ആയിട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടാം. ഹൗ ഡിഡ് പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഡെവലപ്പ് എ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ്? അവിടെ രണ്ടും നമ്മൾ ഈ പറഞ്ഞ 2 പോയിന്റ്സ് അവിടെ ഡെവലപ്പ് ചെയ്തുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ
through shared experience of united struggles and cultural process. The use of folklore songs, popular prints, symbols and other cultural elements helped bridge the gaps between different groups and create a sense of unity and belongingness. Then these cultural expressions provide a common ground for people from diverse backgrounds to connect and identify themselves as part of large collective. അതായത് ഈ പറയുന്ന ഫ്രീഡം സ്ട്രഗിൾസിലൂടെയും അതുകൂടാതെ അവർ പഠിച്ച ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അവരുടെ ഐഡന്റിറ്റിയും ഫോക്ലോസിലൂടെയും അല്ലെങ്കിൽ പോയംസിലൂടെയും സ്റ്റോറീസിലൂടെയൊക്കെ അവർ വി ആർ പാർട്ട് ഓഫ് ദിസ് നേഷൻ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി അവർ എന്ത് ചെയ്യാണ് റിയലൈസ് ചെയ്യണം. അപ്പോൾ അവരെന്താ നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഈ രാജ്യത്തിന്റെ ഭാഗമാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് എന്ത് ചെയ്യണം അവർ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ നാഷണലിസം ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമുക്ക് നാഷണലിസം ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. നോൺ കോപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അത് ഖിലാഫത്തിന്റെ ഇൻവോൾവ്മെന്റും അതുകൂടാതെ എന്തുകൊണ്ടാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെച്ചതടക്കം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ പറയുന്നുണ്ട്. ചൗരി ചൗര ഇൻസിഡന്റ് വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട്. അതിന് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ അതിലുള്ള ഇൻവോൾവ്മെന്റ് നമ്മൾ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ അഡ്രസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് വർ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ദെൻ ഹൗ വാസ് ഖിലാഫത്ത് മൂവ്മെന്റ് ലിങ്ക്ഡ് ടു ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? ബിക്കോസ് നിങ്ങൾക്കറിയാം ഈ രണ്ടാളും ഒപ്പോസ് ചെയ്യുന്ന ബ്രിട്ടീഷേഴ്സിനെ ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്കത് നോക്കാം. ദെൻ വൈ ഡിഡ് മഹാത്മാഗാന്ധി വിത്ഡ്രോ ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇൻ 1922? എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിത്ഡ്രോ ചെയ്ത് അല്ലെങ്കിൽ നിർത്തലാക്കിയത്? ചൗരി ചൗര ഇൻസിഡന്റ് ആണ്, വയലൻസ് ആണ് അതിനുള്ള റീസൺ. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ആൻസേഴ്സ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. What were the main objective of non-cooperation movement? Non-cooperation movement main ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ടു അറ്റൈൻ സ്വരാജ് ബൈ ബോയ്ക്കോട്ടിംഗ് ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗുഡ്സ് ആൻഡ് പ്രൊമോട്ടിംഗ് സെൽഫ് റിലയൻസ് എന്നുള്ളതാണ്. നമ്മൾ ബ്രിട്ടീഷേഴ്സിനോട് കോപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നതോട് നമ്മൾ സ്വരാജ് അറ്റൈൻ ചെയ്യുക, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രോഡക്ട്സ് ബോയ്ക്കോട്ട് ചെയ്യുക, നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആവുക, സെൽഫ് റിലയൻസ് ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് ഈ പറയുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഹൗ വാസ് ദ ഖിലാഫത്ത് മൂവ്മെന്റ് ലിങ്ക് ടു ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? എങ്ങനെയാണ് ഖിലാഫത്ത് മൂവ്മെന്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആയിട്ട് ലിങ്ക് ചെയ്തത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടാം. Khilafat movement was linked to non-cooperation movement to gain Muslim support for national movement as both aimed to oppose British policies. അതായത് ഗാന്ധി എന്തുകൊണ്ടാണ് ഖിലാഫത്ത് മൂവ്മെന്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കൂടെ നിർത്തിയെന്ന് നോക്കുകയാണെങ്കിൽ they want to strongly oppose the British rule തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഏറ്റവും പ്രധാനമായിട്ട് ഗാന്ധിജിയുടെ ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദു മുസ്ലിം യൂണിറ്റി among Indians എന്നുള്ളതാണ്. എസ്പെഷ്യലി ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് ഹിന്ദു മുസ്ലിം യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഖിലാഫത്തിനെ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് കൂടെ ചേർക്കുകയാണെങ്കിൽ അത് ഒബ്വിയസ്ലി എന്ത് ചെയ്യും, കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാനും യൂണിറ്റി മാക്സിമം എൻഹാൻസ് ചെയ്യാനും പറ്റുമെന്ന് ഗാന്ധിജിക്ക് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഖിലാഫത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കൂടെ ചേർന്ന് ചോദിക്കുകയാണെങ്കിൽ ബോത്ത് എയിംഡ് ടു ഒപ്പോസ് ബ്രിട്ടീഷ് പോളിസി എന്നുള്ളതാണ്. ഈ പറയുന്ന ഇന്ത്യൻസ് ആണെങ്കിലും ഖിലാഫത്ത് മൂവ്മെന്റ് ആണെങ്കിലും സ്ട്രോങ്ലി ഒപ്പോസ് ബ്രിട്ടീഷ് പോളിസീസ് എന്നുള്ളതാണ് റീസൺ. ഓക്കെ, നെക്സ്റ്റ് വൈ ഡിഡ് മഹാത്മാഗാന്ധി വിത്ഡ്രോ ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇൻ 1922? അപ്പോൾ മഹാത്മാഗാന്ധിയുടെ മെത്തേഡ് ഓഫ് അല്ലെങ്കിൽ വേ ഓഫ് ദ എന്താ പറയുക സ്ട്രഗിൾ എന്ന് പറയുന്നത് അഹിംസയാണ്, നോൺ വയലൻസ് ആണ്, സത്യാഗ്രഹയാണ്. അത് വയലേറ്റ് ചെയ്ത് എസ്പെഷ്യലി 1922 ഉത്തർപ്രദേശിലെ ഈ പറയുന്ന ചൗരി ചൗര എന്ന് പറയുന്ന വില്ലേജിൽ എന്തുണ്ടായിരുന്നു, ഗോരഖ്പൂരിൽ ചൗരി ചൗര എന്ന് പറഞ്ഞ വില്ലേജിൽ എന്തുണ്ടായി, പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്തു അല്ലെ. ഓൾമോസ്റ്റ് 22 പോലീസ്മെൻ വെ കിൽഡ്. അപ്പോൾ ഗാന്ധിജി റിയലൈസ് ചെയ്തു എൻ്റെ ഫോളോവേഴ്സിന് എന്തറിയില്ല, വയലൻസ് നോൺ വയലൻസ് എന്താണെന്നുള്ള എൻ്റെ ഐഡിയ കൃത്യമായിട്ടും മനസ്സിലായിട്ടില്ല. അപ്പോൾ അവരത് കൃത്യമായിട്ടും അത് പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ ഇങ്ങനെയുള്ളൊരു മാസ് മൂവ്മെന്റ് കണ്ടക്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി എന്ത് സ്റ്റോപ്പ് ചെയ്യാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ചൗരി ചൗര ഇൻസിഡന്റ് ആണ് അവിടെ വരുന്നത്. ബിക്കോസ് വയലൻസ് ആണ് അതിനുള്ള റീസൺ എന്ന് പറയുന്നത്. ഈ വയലൻസ് ആണ് അതിനുള്ള റീസൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് നമ്മുടെ നാഷണലിസം ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ് എന്നുള്ള ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിന് റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, നോട്ട് ചെയ്യണേ. അപ്പോൾ many historians have argued that the print culture created the condition of within French Revolution. അതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് രണ്ടും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ നോട്ട്സിലും സ്ലൈഡ്സിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈവൻ മാരത്തോണിലടക്കം നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എൻലൈറ്റൻ തിങ്കേഴ്സിന്റെ ഐഡിയാസ് പോപ്പുലറൈസ് ചെയ്യാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിന്റ് കൾച്ചർ അല്ലെങ്കിൽ പ്രിന്റ് റെവല്യൂഷൻ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ പീപ്പിളിനിടയിൽ ഡയലോഗ്സിന്റെയും ഡിബേറ്റ്സിന്റെയും ഒരു ന്യൂ കൾച്ചർ ക്രിയേറ്റ് ചെയ്യാനും എന്തിനു പറ്റിയിട്ടുണ്ട്, പ്രിന്റ് റെവല്യൂഷന് പറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാസേജിൽ പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ,
What impact did ideas of Enlightenment thinkers have on society? How did print culture affect religion in France? How did print culture contribute to the social revolution in France? ഇതിന്റെ ആൻസേഴ്സ് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ പാസേജിൽ ഉണ്ട് കേട്ടോ. ഓക്കെ, പാസേജ് വായിക്കാൻ സമയത്ത് മക്കൾക്ക് എല്ലാത്തിനും ആൻസേഴ്സ് പാസേജിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് നോക്കാം. വാട്ട് ഇമ്പാക്ട് ഡിഡ് ദ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് ഹാവ് ഓൺ സൊസൈറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ, their writings provide a critical commentary on tradition, superstition and despotism, encouraging people to use reason and rationality instead of custom and question the authority of the church and the states ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് എന്താണ്? their writings provide a critical commentary on tradition, superstition and despotism. ഓക്കെ, ഇത് മക്കൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് എങ്ങനെയാണ് സൊസൈറ്റിയിൽ അവരുടെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെ അതിന് ഇമ്പാക്ട് എന്തുണ്ടായി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ട്രഡീഷണൽ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അവരുടെ എന്താ പറയുക ഡിസ്പോട്ടിസത്തെയും സൂപ്പർസ്റ്റിഷൻസിനെയൊക്കെ ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് വരുന്നത്. അതാണ് നമുക്ക് ആൻസർ ചെയ്തേണ്ടത്. ദെൻ ഹൗ ഡിഡ് പ്രിന്റ് കൾച്ചർ അഫക്ട് ദ റിലീജിയൻ ഇൻ ഫ്രാൻസ് ചോദിക്കുകയാണെങ്കിൽ, ചർച്ചിനെ പ്രിന്റ് അറ്റാക്ട് ദ സാക്രഡ് അതോറിറ്റി ഓഫ് ചർച്ച്, ending its legitimacy and weakening the social order based on religious tradition. അത് കൃത്യമായിട്ട് ഇവിടെ തന്നെ നമുക്ക് പറയുന്നുണ്ട് കേട്ടോ, പാസേജിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ കൃത്യമായിട്ടും പറയുന്നുണ്ട്, ദി അറ്റാക്ട് ദ സാക്രഡ് അതോറിറ്റി ഓഫ് ചർച്ച് ആൻഡ് ഡെസ്പോട്ടിക് പവർ ഓഫ് ദ സ്റ്റേറ്റ്. ഈ പറഞ്ഞ ചർച്ചിന്റെ സാക്രഡ് അതോറിറ്റി അവർ ക്വസ്റ്റ്യൻ ചെയ്തു. അതന്നെയാണ് അവിടെ ആൻസർ ആയിട്ട് മക്കളെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് പ്രിന്റ് കൾച്ചർ കോൺട്രിബ്യൂട്ട് ടു ദ സോഷ്യൽ റവല്യൂഷൻ ഫ്രാൻസ് എന്നുള്ളതാണ് ദ ഫൈൻ ക്വസ്റ്റ്യൻ. 2 മാർക്കാണ് അവിടെ കൃത്യമായിട്ട് മക്കൾ നോട്ട് ചെയ്യണം. 2 മാർക്കാണ്. അപ്പോൾ അവിടെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തില്ല, എക്സ്പ്ലെയിൻ ചെയ്തില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പോയിന്റ് അവിടെ ഉണ്ട് എങ്കിലും മാർക്ക് നമുക്ക് കിട്ടും. Okay, our print created the culture of dialogues and debates where people re-evaluate all norms, values and institutions. This public culture made people aware of the power of reason and questioning, which gave rise the new ideas of social revolution and helped to prepare ground for French Revolution. Okay, അവിടെ നമ്മൾ പറയുന്നത് പീപ്പിളിനെ ഈ പറയുന്ന റീസണിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ച്, അതെങ്ങനെയാണ് അത് ഈ പറയുന്ന പവേഴ്സ് കിട്ടിയത്, ഇതിനെക്കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ പീപ്പിളിന്റെ ഭാഗത്ത് റൈസ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു സോഷ്യൽ റവല്യൂഷനിലേക്ക് എന്തെത്തിക്കുന്നു, ഈ പറയുന്ന പ്രിന്റ് കൾച്ചർ ആളുകളെ എത്തിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു ഫസ്റ്റ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ന്യൂ ഫോംസ് ഓഫ് പബ്ലിക്കേഷൻസ് ആണ് അവിടെ നമ്മൾ പറയുന്നത്. ടെക്നോളജിന്റെ യൂട്ടിലൈസേഷനും വിഷ്വൽ കൾച്ചറും ഈ പറയുന്ന ബുക്സിലൊക്കെ രാജാരവിവർമ്മയുടെ കാലഘട്ടത്തിൽ പെയിന്റിങ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തതും ആ ഒരു ഏരിയാസാണ് നമ്മൾ ഈ ഒരു പാസേജിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത്, ഹൗ ഡിഡ് ദ ഡെവലപ്മെന്റ് ഓഫ് പ്രിന്റ് ടെക്നോളജി ഇമ്പാക്ട് ദ വിഷ്വൽ കൾച്ചർ? Then how did Raja Ravivarma contribute to the mass circulation of art in India? How did visual culture shape the memory of 19th century social landscape? 3 questions ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഫസ്റ്റ് പറയുന്നത്, how did the development of print technology impact visual culture? Print technology allowed easy reproduction of visual images in multiple copies, making art and illustration widely accessible. അതായത് നമ്മൾ പറയുന്നത് ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ് വന്നതോടുകൂടി കൃത്യമായിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിക്ചേഴ്സ് കൂടി ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിക്ചേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള മൾട്ടിപ്പിൾ കോപ്പീസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റൊന്ന്, ഹൗ ഡിഡ് രാജാ രവിവർമ്മ കോൺട്രിബ്യൂട്ട് ടു ദ മാസ് സർക്കുലേഷൻ ഓഫ് ആർട്ട് ഇൻ ഇന്ത്യ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹി produced mythological printing which were printed at the Raja Ravivarma's press and circulated widely and as cheap prints and calendars reaching even poor. ഇവിടെ നമ്മൾ പറയുന്നത് രാജാ രവിവർമ്മ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പിക്ചേഴ്സും മിത്തോളജിക്കൽ ആയിട്ടുള്ള പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ബുക്സിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പ്രിന്റഡ് മെറ്റീരിയൽസിലാണെങ്കിലും കാലണ്ടേഴ്സിലേക്കാണെങ്കിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മാക്സിമം ആളുകളിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ഈ വിഷ്വലൈസ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റിംഗ് മെറ്റീരിയൽസ് എത്താൻ തുടങ്ങുന്നു. ദെൻ how did visual culture shape the memory of the 19th century social landscape? എന്നാണ് cheap prints, calendars, caricatures and cartoons influenced people's ideas about modernity, tradition, religion, politics and culture. They commented on social issues, ridiculed westernized tastes, expressed fear of social change and even criticized the imperial rule. This visual culture reflected and landscape the 19th century social and political landscape. ഇവിടെ നമ്മൾ പറയുന്നത് പ്രിന്റഡ് ബുക്സ് വായിക്കുന്ന ആളുകൾ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെ, സോഷ്യൽ വേൾഡ് പ്രാക്ടീസസിനെ, വെസ്റ്റേൺ ആയിട്ടുള്ള ഡോമിനൻസിനെ, യൂറോപ്യൻസിന്റെ ഈ പറയുന്ന ഇമ്പീരിയൽ സിസ്റ്റത്തെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആളുകൾ എന്ത് ചെയ്യുന്നു, റെഡി ആവുന്നതാണ് ഈ പറയുന്ന പ്രിന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ വിഷ്വൽ പ്രിന്റിങ് എവിടെ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. എല്ലാ ചാപ്റ്റേഴ്സിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.
മക്കൾ ആലോചിക്കുക, നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് 4 മാർക്കാണ്. അതായത് നമ്മൾ ഓൾമോസ്റ്റ് 20% മാർക്കാണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുക? കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ഹിസ്റ്ററിയുടെ സൈഡിൽ നിന്ന്. അതായത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഹിസ്റ്ററിയുടെ സൈഡിൽ നിന്ന് വരാം. അതിൽ 4 മാർക്ക് എവിടെയാണ്? നമ്മുടെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യനിലാണ്. വളരെ ഈസി ആയിട്ട് മക്കൾക്ക് അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു കൂടുതൽ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യനിൽ തന്നെയാണ് ആൻസേഴ്സ് ഉണ്ടാവുക. ആ കേസിൽ ആ സോഴ്സിൽ തന്നെ ആയിരിക്കും ആൻസർ ഉണ്ടാവുക. ഓൾമോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 70% എന്തെയാണ് ആ ഒരു സോഴ്സിൽ തന്നെ എന്തുണ്ടാവും? അതിൽ ആൻസേഴ്സ് ഉണ്ടാവും. ഇല്ലെങ്കിൽ അതിലേക്കുള്ള ഹിൻസ് ഉണ്ടാവും. നിങ്ങളുടെ NCERT നോളജ് അവിടെ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് NCERT നോളജ് കൂടി നിങ്ങൾക്ക് അവിടെ പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ കീവേഡ്സ് ഒക്കെ കൃത്യമായിട്ട് മക്കൾ നോട്ട് ചെയ്ത് പോകണം. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ്, നിങ്ങൾ ആദ്യം ആ പാസേജ് വായിക്കുക. പാസേജ് വായിക്കുമ്പോൾ എന്ത് ചെയ്യുക? കീവേഡ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്തു പോവുക. then നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് പാസേജ് വായിക്കാതെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത് ആ പാസേജിൽ ഉണ്ടോ ഇല്ലെന്നുള്ളത് ഒന്നും എന്ത് ചെയ്യുക? ഉറപ്പ് വരുത്തണം മക്കളെ. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം മക്കളെ എഴുതാ. മക്കൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ള മാപ്പ് ബേസ്ഡ് ടോപ്പിക്സും അതുപോലെ തന്നെ MCQ ടോപ്പിക്സും എല്ലാം മക്കൾക്ക് ഈ ഒരു ചാനലിലൂടെ അവൈലബിൾ ആവുന്നതാണ്. എല്ലാ വീഡിയോസും മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, കാണുക. അടിപൊളിയായിട്ട് നമ്മുടെ 7th വരുന്ന എക്സാമിനേഷൻ മക്കൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് തന്നെ എഴുതണം. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. തൽക്കാലം ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ, ബൈ.